കവിത ഭർതൃമാതാവ്. രചന ഡോക്ടർ സുജാ സതീഷ്, തിരുവനന്തപുരം. ആലാപനം ബിന്ദു വിജയൻ, കടവല്ലൂർ. ഇഷ്ടത്തോടെ അവൻ കെട്ടിയ പെണ്ണിവൾ ഇഷ്ടദൈവങ്ങളെയൊക്കെയും പ്രാർത്ഥിച്ചു. കഷ്ടതയേതുമേ വന്നു ഭവിക്കാതെ ശിഷ്ടകാലമെന്നെ കാത്തുരക്ഷിക്കണേ. ഇഷ്ടത്തോടെ അവൻ കെട്ടിയ പെണ്ണിവൾ ഇഷ്ടദൈവങ്ങളെയൊക്കെയും പ്രാർത്ഥിച്ചു. കഷ്ടതയേതുമേ വന്നു ഭവിക്കാതെ ശിഷ്ടകാലമെന്നെ കാത്തുരക്ഷിക്കണേ. കെട്ടിയ താലിയെ തൊട്ടു വന്ദിച്ചവൾ കട്ടിളയ്ക്കപ്പുറം കാലൊന്നു വച്ചപ്പോൾ ചട്ടുകാലുള്ളൊരു നാരി തൻ നോട്ടത്തെ നേരിട്ട കണ്ണുകൾ താഴോട്ടേക്കാകുന്നു. 8 10 സ്വർണ്ണത്തെ എണ്ണുന്നു. ചാട്ടുളി പോലുള്ള നോട്ടങ്ങൾ വീഴുന്നു. 8 10 സ്വർണ്ണത്തെ എണ്ണുന്നു. ചാട്ടുളി പോലുള്ള നോട്ടങ്ങൾ വീഴുന്നു. കഷ്ടം എന്നൊരു ശബ്ദത്തിനുടമയെ ഒട്ടുമേ കണ്ടതുമില്ലയാ നവവധൂ. എങ്ങോട്ടിരിക്കണമെന്നറിയാതവൾ ഒട്ടൊരു ശങ്കയാൽ പരിഭ്രമിച്ചിടവേ വട്ടത്തിൽ വന്നു പൊതിഞ്ഞതാ സ്ത്രീജനം. ഇട്ടിരിക്കുന്നവ സൂത്രത്തിൽ തൂക്കുന്നു. വട്ടത്തിൽ വന്നു പൊതിഞ്ഞതാ സ്ത്രീജനം. ഇട്ടിരിക്കുന്നവ സൂത്രത്തിൽ തൂക്കുന്നു. ആൾക്കൂട്ടമൊട്ടൊന്നൊഴിഞ്ഞപ്പോൾ കാണുന്നു കൂട്ടരെ വിട്ടിട്ട് എത്തുന്ന പാതിയെ. വട്ടം പിടിച്ചു കൂട്ടുമെന്നാശിച്ചു ചേട്ടനെ നോക്കുന്നു പാവം പുതുപെണ്ണ്. വട്ടം പിടിച്ചു കൂട്ടുമെന്നാശിച്ചു ചേട്ടനെ നോക്കുന്നു പാവം പുതുപെണ്ണ്. കെട്ടിയ പെണ്ണിനെ കൂട്ടണോ റൂമിലായി പെട്ടുപോയമ്മ തൻ മുന്നിലാ പാവവും. പട്ടുസാരി ഇത് മാറ്റിയൊടുക്കണം. നട്ടപ്പാതിരാവായല്ലോ ദൈവമേ. കഷ്ടതയൊന്നുമേ ഇല്ലാത്ത വീടെന്നു പെട്ടെന്നു തന്നെ മനസ്സിൽ ഗണിക്കുന്നു. ഒട്ടൊരു താമസമില്ലാതെ തന്നവൾ തൊട്ടറിയും നല്ലോ അമ്മ തൻ മാനസം. ഒട്ടൊരു താമസമില്ലാതെ തന്നവൾ തൊട്ടറിയും നല്ലോ അമ്മ തൻ മാനസം. ദുഷ്ടതയുള്ളോരമ്മായിയമ്മയോ കഷ്ടകാലത്തല്ലോ വന്നു ഭവിക്കുന്നു. ദുഷ്ടതയുള്ളോരമ്മായിയമ്മയോ കഷ്ടകാലത്തല്ലോ വന്നു ഭവിക്കുന്നു. തൊട്ടതിനൊക്കെയും കുറ്റപ്പെടുത്തുന്ന വീപ്പക്കുറ്റി കണക്കൊരു അമ്മായി. മക്കളെട്ടെണ്ണത്തിനെട്ടു തരത്തിലായി വേർപെട്ടു നോക്കുന്ന ദുഷ്ടയാമമ്മായി.
മക്കളെട്ടെണ്ണത്തിനെട്ടു തരത്തിലായി വേർപെട്ടു നോക്കുന്ന ദുഷ്ടയാമമ്മായി ഒട്ടൊരു നേരമിരിക്കാതെ എപ്പോഴും പൊട്ടത്തരങ്ങൾ വിളമ്പി നടക്കുന്നു. നോട്ടക്കുറവാണോ ചേട്ടന്റെ തെറ്റാണോ? ചേട്ടനെ എപ്പോഴും കുറ്റപ്പെടുത്തുന്നു. ശമ്പളം കിട്ടുന്ന മക്കളെയൊക്കെയും ഇഷ്ടത്തോടെ അമ്മ ഊട്ടിയുറക്കുന്നു. നോട്ടക്കുറവാണോ ചേട്ടന്റെ തെറ്റാണോ? ചേട്ടനെ എപ്പോഴും കുറ്റപ്പെടുത്തുന്നു. ശമ്പളം കിട്ടുന്ന മക്കളെയൊക്കെയും ഇഷ്ടത്തോടെ അമ്മ ഊട്ടിയുറക്കുന്നു. 8 മക്കളെ 8ആയി കാണുന്നു. ഞെട്ടലോടെ അവൾ നോക്കി നിന്നിടുന്നു. 8ഉം പൊട്ടും തിരിയാത്ത പ്രായത്തിൽ കഷ്ടനഷ്ടങ്ങൾ സഹിച്ചവൾ വാഴുന്നു. 8ഉം പൊട്ടും തിരിയാത്ത പ്രായത്തിൽ കഷ്ടനഷ്ടങ്ങൾ സഹിച്ചവൾ വാഴുന്നു. സ്വത്തുക്കളൊക്കെയും പങ്കിട്ടെടുത്തവർ സീമന്തപുത്രനെ ആട്ടിയിറക്കുന്നു. ദുഷ്ടയാം സ്ത്രീവള്ളമ്മയോ നിശ്ചയം കഷ്ടത വന്നിവർ നട്ടം തിരിഞ്ഞിടും. മുറ്റിയ പാമ്പിനെ വിട്ടവർ തട്ടിയില. ഒട്ടാശ്വസിച്ചവൾ പെട്ടിയെടുത്തുടൻ. മുറ്റിയ പാമ്പിനെ വിട്ടവർ തട്ടിയില. ഒട്ടാശ്വസിച്ചവൾ പെട്ടിയെടുത്തുടൻ. മക്കളെ വേറിട്ടു കാണുന്ന ദുഷ്ടകൾ ചുറ്റിലും കാണുമെന്നൊട്ടാശ്വസിച്ചുപോയി. എന്നിട്ടുമിന്നവൾ നോക്കുന്ന ദുഷ്ടയെ ഇട്ടെറിഞ്ഞെല്ലാരും പോയി മറഞ്ഞപ്പോൾ ശിഷ്ടകാലങ്ങളെ എപ്പോഴും ഓർക്കണം. കഷ്ടകാലം നാളെ എത്തിടും നിശ്ചയം. ശിഷ്ടകാലങ്ങളെ എപ്പോഴും ഓർക്കണം. കഷ്ടകാലം നാളെ എത്തിടും നിശ്ചയം. ഊട്ടിയ മക്കളോ ദുർമുഖം കാട്ടുന്നു. കിട്ടിയ സ്വത്തൊന്നും പോരാ പോരാ എന്ന്. ഊട്ടിയ മക്കളോ ദുർമുഖം കാട്ടുന്നു. കിട്ടിയ സ്വത്തൊന്നും പോരാ പോരാ എന്ന്. ആട്ടിയകറ്റിയ മക്കളെ എപ്പോഴും കൂട്ടിനായുണ്ടാവൂ ഓർക്കുക നിശ്ചയം. ആട്ടിയകറ്റിയ മക്കളെ എപ്പോഴും കൂട്ടിനായുണ്ടാവൂ ഓർക്കുക നിശ്ചയം.